ക്ലാസിഫൈ ചെയ്യാം? നമുക്ക് രണ്ട് രീതിയിൽ ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് മൊബൈൽ ആൻഡ് സ്റ്റേഷനറി ഫേസ്. ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് മൊബൈൽ ആൻഡ് സ്റ്റേഷനറി ഫേസ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മെക്കാനിസം ഓഫ് സെപ്പറേഷൻ. സോ നമ്മൾ ക്രോമറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫേസ് ഏതാണ്, സ്റ്റേഷനറി ഫേസ് ഏതാണ്? ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് മൊബൈൽ ആൻഡ് സ്റ്റേഷനറി ഫേസ്. ആൻഡ് ദ മെക്കാനിസം ഓഫ് സെപ്പറേഷൻ. ഏത് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ഈ മിക്സ്ചറിലുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? മെക്കാനിസം ഓഫ് സെപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്ലാസിഫിക്കേഷനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ വരച്ച് ചോദിച്ചിട്ടില്ല. എക്സാമിന് ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ വരച്ച് ചോദിച്ചിട്ടില്ല. അതിലെ മൊബൈൽ ഫേസ് ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സ് പോസിബിൾ ആണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നോ? ബ്രേക്ക് ഉണ്ടായിരുന്നോ? ഓക്കെ, ഞാൻ പറഞ്ഞു ക്രോമറ്റോഗ്രഫിയുടെ ക്ലാസിഫിക്കേഷൻ ഇതുപോലെ ഫിഗർ വരച്ച് ചോദിച്ചിട്ടില്ല. അതിലെ മൊബൈൽ ഫേസ്, സപ്പോസ് മൊബൈൽ ഫേസ് ഗ്യാസ് ആണെങ്കിൽ എത്ര ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സ് പോസിബിൾ ആണ്, എത്ര ടൈപ്സ് ഓഫ് ക്രോമറ്റോഗ്രഫി പോസിബിൾ ആണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ അത് ബേസ്ഡ് ഓൺ മെക്കാനിസം ആണ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ based on mechanism ആണ്. Based on mechanism, there are two types of chromatography: adsorption chromatography and partition chromatography. ഏത് മെക്കാനിസം ആണ് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതിന്റെ ബേസിസിലാണ് adsorption chromatographyയും partition chromatographyയും എക്സിസ്റ്റ് ചെയ്യുന്നത്. In adsorption chromatography, adsorption is the mechanism of separation. In adsorption chromatography, adsorption is the mechanism of separation. In partition chromatography, partitioning is the basis of separation. ക്രോമറ്റോഗ്രഫിയെ അതിൻ്റെ മെക്കാനിസത്തിൻ്റെ ബേസിസിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തേത് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി. അവിടെയുള്ള മെക്കാനിസം എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ആണ്. സെപ്പറേഷൻ്റെ മെക്കാനിസം അഡ്സോർപ്ഷൻ ആണ്. രണ്ടാമത്തേത് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി ആണ്. അവിടെയുള്ള മെക്കാനിസം ഓഫ് സെപ്പറേഷൻ ഈസ് പാർട്ടീഷനിങ്. ഈ മെക്കാനിസത്തിൻ്റെ ബേസിസിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റേഷനറി ഫേസ് ഏതാണ്, മൊബൈൽ ഫേസ് ഏതാണ്, അതിൻ്റെ ബേസിസിലാണ് ഇനി ക്ലാസിഫിക്കേഷൻ വരുന്നത്. മെക്കാനിസത്തിൻ്റെ ബേസിസിൽ അഡ്സോർപ്ഷനും പാർട്ടീഷനുമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി സ്റ്റേഷനറി ഫേസ് ഏതാണ്, മൊബൈൽ ഫേസ് ഏതാണ് എന്നതിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അതിലെ ഈ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി ബേസ്ഡ് ഓൺ സ്റ്റേഷനറി ഫേസ് ആൻഡ് mobile phase, they are classified into 4: liquid solid chromatography, liquid solid chromatography, gas solid chromatography, adsorption chromatography, thin layer chromatography. Liquid solid chromatography, gas solid chromatography, adsorption column chromatography, thin layer chromatography. നമ്മൾ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫിയെ സ്റ്റേഷനറി ഫേസിൻ്റെയും മൊബൈൽ ഫേസിൻ്റെയും ബേസിസിൽ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണ്. മൊബൈൽ ഫേസ് ക്യാൻ ബി ഐദർ ലിക്വിഡ് ഓർ ഗ്യാസ്. അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫിയിലെ സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണ്. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡോ ഗ്യാസോ ആവാം. ഗേഷ്യസ് ഫേസ് ആവാം, ലിക്വിഡ് ഫേസ് ആവാം. അങ്ങനെയാണ് നമ്മൾ 4 ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്: ലിക്വിഡ് സോളിഡ് ക്രോമറ്റോഗ്രഫി, ഗ്യാസ് സോളിഡ് ക്രോമറ്റോഗ്രഫി, അഡ്സോർപ്ഷൻ കോളം ക്രോമറ്റോഗ്രഫി, തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. ഇനി
നമുക്ക് ഇതുപോലെ ലിക്വിഡ് സോളിഡ് ക്രോമറ്റോഗ്രഫി, ഗ്യാസ് സോളിഡ് ക്രോമറ്റോഗ്രഫി എന്നൊക്കെ സ്റ്റേറ്റ് അനുസരിച്ചിട്ടാണ് പേര് കൊടുത്തിരിക്കുന്നത്. ലിക്വിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ് എന്നുള്ള സ്റ്റേറ്റ് വെച്ചിട്ടാണ് ക്രോമറ്റോഗ്രഫിക്ക് പേര് കൊടുത്തിരിക്കുന്നതെങ്കിൽ ലിക്വിഡ് സോളിഡ് ക്രോമറ്റോഗ്രഫി, ഗ്യാസ് സോളിഡ് ക്രോമറ്റോഗ്രഫി അങ്ങനെ ഓരോ സ്റ്റേറ്റിന്റെ പേര് വെച്ചിട്ടാണ് പേര് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിലെ ആദ്യം കൊടുത്തിരിക്കുന്നത് മൊബൈൽ ഫേസ് ആയിരിക്കും. ആ ക്രോമറ്റോഗ്രഫിയിൽ ആദ്യം കൊടുത്തിരിക്കുന്ന പേര് മൊബൈൽ ഫേസിന്റെ ആയിരിക്കും. ലിക്വിഡ് സോളിഡ് ക്രോമറ്റോഗ്രഫിയിലെ മൊബൈൽ ഫേസ് ലിക്വിഡ് ആണ്. ഇനി ലിക്വിഡ് സോളിഡ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് സോളിഡ് ആണ്. അത് ആ ക്രോമറ്റോഗ്രഫിയിലെ സ്റ്റേഷനറി ഫേസ് ആണ്. ഇങ്ങനെ സ്റ്റേറ്റ് വെച്ചിട്ടാണ് പേരെങ്കിൽ ലിക്വിഡ് സോളിഡ്, ഗ്യാസ് സോളിഡ് അങ്ങനെ സ്റ്റേറ്റ് വെച്ചിട്ടാണ് പേരെങ്കിൽ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് മൊബൈൽ ഫേസ് ആയിരിക്കും, രണ്ടാമത് പറയുന്നത് സ്റ്റേഷനറി ഫേസ് ആയിരിക്കും. ലിക്വിഡ് സോളിഡ് ക്രോമറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസ് ആണ് ലിക്വിഡ്, സോളിഡ് എന്നുള്ളത് സ്റ്റേഷനറി ഫേസ് ആണ്. ഇനി ഗ്യാസ് സോളിഡ് ക്രോമറ്റോഗ്രഫിയിലാണെങ്കിലോ ആദ്യം പറയുന്നത് മൊബൈൽ ഫേസ് ആണ്. സോ ഗ്യാസ് ഇസ് ദ മൊബൈൽ ഫേസ് ഇൻ ഗ്യാസ് സോളിഡ് ക്രോമറ്റോഗ്രഫി. രണ്ടാമത് പറയുന്നത് സ്റ്റേഷനറി ഫേസ് ആണ്. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ എക്സാമിന് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. വന്നിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഗ്യാസ് തരുന്നു, മൊബൈൽ ഫേസ് ആയിട്ട് സോളിഡും തരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ടൈപ്സ് ഓഫ് ക്രോമറ്റോഗ്രഫി പോസിബിൾ ആണ്? അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിനു മുമ്പ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. അല്ലാതെ ഇതുപോലെ ഫിഗർ വരച്ചിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, നോട്ട് ചെയ്തോ ഏതൊക്കെ ടൈപ്പ് ക്രോമറ്റോഗ്രഫി ഉണ്ട് എന്നുള്ളത്? നോട്ട് ചെയ്തോ? അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി എന്നുള്ളത് അഡ്സോർപ്ഷൻ ആണ് അവിടെ സെപ്പറേഷന്റെ പ്രിൻസിപ്പിൾ, സെപ്പറേഷന്റെ മെക്കാനിസം. പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയിൽ പാർട്ടീഷനിങ് ആണ് മെക്കാനിസം. അതുപോലെ മൊബൈൽ ഫേസിന്റെയും സ്റ്റേഷനറി ഫേസിന്റെയും ബേസിസിൽ ആ ക്രോമറ്റോഗ്രഫീസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ലിക്വിഡ് സോളിഡ് ക്രോമറ്റോഗ്രഫി ആണെങ്കിൽ അവിടെ ആദ്യം പറയുന്നത് മൊബൈൽ ഫേസ് ആണ്. ലിക്വിഡ് എന്നുള്ളതാണ് മൊബൈൽ ഫേസ്, സോളിഡ് എന്നുള്ളത് സ്റ്റേഷനറി ഫേസ് ആണ്. ഇനി ഗ്യാസ് സോളിഡ് ക്രോമറ്റോഗ്രഫി ആണെങ്കിൽ ഗ്യാസ് ആദ്യത്തെ വേർഡ് മൊബൈൽ ഫേസ് ആണ്, സോളിഡ് എന്നുള്ളത് സ്റ്റേഷനറി ഫേസ് ആണ്. ഇവിടെ നിങ്ങൾ പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയും അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലിത് നോക്കുകയാണെങ്കിൽ ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി നോക്കുകയാണെങ്കിൽ അതിലുള്ള മൊബൈൽ ഫേസ് ഏതാണ്? ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി. അതിലെ മൊബൈൽ ഫേസ് ഏതാണ്? യെസ്, ഗ്യാസ് ആയിരിക്കും അവിടെയുള്ള മൊബൈൽ ഫേസ്. എന്തായിരിക്കും? ആദ്യം വരുന്നത് മൊബൈൽ ഫേസിന്റെ പേരാണ്. ഗ്യാസ് ആണ് അവിടുത്തെ മൊബൈൽ ഫേസ്. സ്റ്റേഷനറി ഫേസോ? യെസ് ആൻഡ് സായന്റെ മെസ്സേജ് ഡെലിവർ ചെയ്യാൻ ലേറ്റ് ആയതാണോ? ഓക്കെ, ലിക്വിഡ് ആണ്. യെസ്, ലിക്വിഡ് ആണ് അവിടെയുള്ള സ്റ്റേഷനറി ഫേസ്. അങ്ങനെ സ്റ്റേറ്റ് വെച്ചിട്ട് പറയുന്ന ക്രോമറ്റോഗ്രഫിയിൽ ആദ്യം പറയുന്നത് മൊബൈൽ ഫേസ് ആയിരിക്കും, രണ്ടാമത് പറയുന്നത് സ്റ്റേഷനറി ഫേസ് ആയിരിക്കും. അത്രയും പോയിന്റ്സ് നമുക്ക് തൽക്കാലം ഇവിടെ അറിഞ്ഞാൽ മതി. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഒരു 4 ക്രോമറ്റോഗ്രഫിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. അതിലെ 4 ക്രോമറ്റോഗ്രഫി. അതിലെ ആദ്യത്തേതാണ് കോളം ക്രോമറ്റോഗ്രഫി. ഈ കോളം ക്രോമറ്റോഗ്രഫി കാണാനുള്ള ചാൻസ് കുറവല്ലേ? കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ കോളം ക്രോമറ്റോഗ്രഫി? ഓക്കെ, നിങ്ങളുടെ അവിടെയുള്ള പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ്
ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ആ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ ഈസി. എങ്ങനെയാണ് കോളം ക്രോമറ്റോഗ്രഫി പെർഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം. അതിനുശേഷം അവിടെയുള്ള പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഹൗ ടു പെർഫോം എ കോളം ക്രോമറ്റോഗ്രഫി. ആ പോയിന്റ്സ് എഴുതാം. ഇത് നോട്ട് ചെയ്തോ. ഫിഗർ ഒന്നും വരക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആ പോയിന്റ്സ് ആദ്യം എഴുതിക്കും, എന്നിട്ട് ഇത് എഴുതാം. അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആദ്യം ആ പ്രോസസ്സാണ് എഴുതുക. ആ പോയിന്റ്സ് ആദ്യം എഴുതിക്കോളൂ. Column chromatography uses a column of solid as adsorbent. Therefore, it is known as adsorption column chromatography. Adsorption chromatography ആണെങ്കിൽ അവിടെ മെക്കാനിസം ഓഫ് സെപ്പറേഷൻ അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി ആണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ആണ്. ദെൻ ഇവിടെ നമ്മളൊരു സോളിഡ് അഡ്സോർബന്റ് യൂസ് ചെയ്യുന്നു എന്നാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഇനി ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഈ അഡ്സോർബന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? യൂസസ് എ സോളിഡ് കോളം ആസ് എ സപ്പോർട്ട് ടു ദ ലിക്വിഡ് അഡ്സോർബന്റ്. Adsorbent used are silica, calcium carbonate, calcium phosphate, magnesia, starch. These are the adsorbent used in column chromatography. Silica, calcium carbonate, calcium phosphate, magnesia and starch. Then how to choose a solvent? കോളം ക്രോമറ്റോഗ്രഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെന്റിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോമ്പണൻസ് ടു ബി ഏത് കോമ്പണന്റിനെയാണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് അതാണ് ഏത് സോൾവെന്റിനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. വോയിസ് ബ്രേക്ക് ആണ്. ഇവിടെ സഫ്രിൻ മാത്രമല്ലേ പറയുന്നുള്ളൂ, അതിന്റെ ബാക്കിയുള്ളവർക്ക് ബ്രേക്ക് ആവുന്നില്ലേ? ബാക്കിയുള്ളവർക്ക് പറയാൻ പേടിയാ. And the mechanism of separation, adsorption depends on nature of solvent and adsorbent. Adsorption depends on nature of solvent and adsorbent. ആ മെക്കാനിസം ഓഫ് സെപ്പറേഷൻ എന്തിനെയാണ്? ക്രിസ്പിന് എന്താ? ഓക്കെ, ഹാൻഡ് റൈസ് ആയി പോയതാണോ? മെക്കാനിസം ഓഫ് സെപ്പറേഷൻ ഏത് ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് നേച്ചർ ഓഫ് അഡ്സോർബെന്റ്. Adsorption depends on nature of solvent and nature of adsorbent. ഇനി ഈ മിക്സ്ചറിലുള്ള ഓരോ കോമ്പണന്റും സെപ്പറേറ്റ് ചെയ്യാനുള്ള സ്പീഡ്, റേറ്റ് ഓഫ് സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ activity of adsorbent.
നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിലിക്ക, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം സ്റ്റാർച്ച്, അതിൽ ഏത് അഡ്സോർബൻ്റ് ആണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആക്ടിവിറ്റിയാണ് ഈ റേറ്റ് ഓഫ് സെപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏത് സോൾവെന്റിനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഏതാണ് കോമ്പണന്റ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് അഡ്സോർബൻറ്റ്. റേറ്റ് ഓഫ് സെപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആക്ടിവിറ്റി ഓഫ് അഡ്സോർബൻറ്റ്. ഇനി എങ്ങനെയാണ് ഈ റിലേഷൻ വരുന്നത്? റേറ്റ് ഓഫ് സെപ്പറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ആക്ടിവിറ്റി ഓഫ് സോൾവെന്റ്. ആക്ടിവിറ്റി ഓഫ് അഡ്സോർബൻറ്റ്. നമ്മൾ എടുത്തിരിക്കുന്ന അഡ്സോർബൻറ്റിൻ്റെ ആക്ടിവിറ്റി ഹൈയും ചൂസ് ചെയ്തിരിക്കുന്ന സോൾവെന്റിന്റെ പൊളാരിറ്റി ലോ ആണെങ്കിൽ സെപ്പറേഷൻ സ്ലോ ആയിരിക്കും. നമ്മൾ എടുത്തിരിക്കുന്ന അഡ്സോർബൻറ്റിന്റെ ആക്ടിവിറ്റി ഹൈ, സോൾവെന്റിന്റെ പൊളാരിറ്റി ലോ, ലെസ് പോളാർ ആയിട്ടുള്ള സോൾവെന്റും ആണെങ്കിൽ സെപ്പറേഷൻ വിൽ ബി സ്ലോ. നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. കോളം ക്രോമറ്റോഗ്രഫി ചെയ്യാൻ രണ്ട് മെത്തേഡും നമുക്ക് എടുക്കാം. അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫിയും ചൂസ് ചെയ്യാം, കോളം ക്രോമറ്റോഗ്രഫിയും ചൂസ് ചെയ്യാം. അതായത് മെക്കാനിസം ഓഫ് സെപ്പറേഷൻ അഡ്സോർപ്ഷനും ആവാം, പാർട്ടീഷനിങ്ങും ആവാം. അഡ്സോർപ്ഷൻ ആണെങ്കിൽ, മെക്കാനിസം ഓഫ് സെപ്പറേഷൻ അഡ്സോർപ്ഷൻ ആണെങ്കിൽ, we will use a column of solid as the adsorbent. അഡ്സോർപ്ഷൻ ആണ് പ്രിൻസിപ്പിൾ എങ്കിൽ, അബ്സോർപ്ഷൻ അല്ല, അഡ്സോർപ്ഷൻ ആണ്. ഒരു സബ്സ്റ്റൻസ് അതിനെ അഡ്സോർബ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസിൽ അതർ സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു എന്നാണ്. ഒരു ചോക്ക് ഇങ്കിലേക്ക് ഡിപ്പ് ചെയ്താൽ ആ ഇങ്ക് ചോക്കിൻ്റെ ഔട്ടർ സർഫസിൽ മാത്രമേ സ്പ്രെഡ് ചെയ്യുള്ളൂ, ഉള്ളിലേക്ക് വരില്ല. അതാണ് അഡ്സോർപ്ഷൻ. ഈ അഡ്സോർബെന്റിന്റെ സർഫസിൽ മാത്രമാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറുക, ഉള്ളിലേക്ക് ആ കോൺസെൻട്രേഷൻ എത്തില്ല. കോളം ക്രോമറ്റോഗ്രഫിയിൽ അതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളല്ലേ, അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും. AB അബ്സോർപ്ഷൻ ആൻഡ് AD അഡ്സോർപ്ഷൻ. കോളം ക്രോമറ്റോഗ്രഫിയിൽ അഡ്സോർപ്ഷൻ ആണ് സെപ്പറേഷന്റെ പ്രിൻസിപ്പിൾ എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സോളിഡ് ആണ്, സോളിഡ് അഡ്സോർബൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി കോളം ക്രോമറ്റോഗ്രഫിയിലെ സെപ്പറേഷന്റെ മെക്കാനിസം പാർട്ടീഷൻ ആണെങ്കിൽ, സെപ്പറേഷന്റെ മെക്കാനിസം പാർട്ടീഷൻ ആണെങ്കിൽ we are using a solid column as a support to the liquid adsorbent. പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് അഡ്സോർബൻ്റ് ആണ്. സെപ്പറേഷന്റെ മെക്കാനിസം പാർട്ടീഷനിങ് ആണെങ്കിൽ യൂസ് ചെയ്യുന്ന അഡ്സോർബൻറ്റ് അത് ലിക്വിഡ് ആണ്. നമുക്കറിയാം ലിക്വിഡ് ആയിട്ട് അതിനെ എങ്ങനെ എക്സിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് ആ ലിക്വിഡിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോളിഡ് കോളം യൂസ് ചെയ്യുന്നു. ലിക്വിഡ് അഡ്സോർബൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റില്ല, അതിനൊരു സപ്പോർട്ട് ഇല്ലാതെ ലിക്വിഡിന് സ്റ്റേഷനറി ഫേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സോളിഡ് കോളം ഈസ് പ്രൊവൈഡഡ് എ സപ്പോർട്ട് ടു ദ ലിക്വിഡ് അഡ്സോർബൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് അഡ്സോർപ്ഷൻ ആണ് ആ ക്രോമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എങ്കിൽ അവിടെ സോളിഡ് ആയിരിക്കും അഡ്സോർബൻറ്റ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പാർട്ടീഷനിങ് ആണ് ക്രോമറ്റോഗ്രഫിയുടെ മെക്കാനിസം ഓഫ് സെപ്പറേഷൻ എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് അഡ്സോർബൻ്റ് ആണ്. ആ ലിക്വിഡ് അഡ്സോർബൻറ്റിന് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് അതിനൊരു സോളിഡ് സപ്പോർട്ട് കൊടുക്കുന്നു. അതാണ് സോളിഡ് കോളം ആസ് എ സപ്പോർട്ട് ടു ദ ലിക്വിഡ് അഡ്സോർബൻറ്റ്. സോ കോളം ക്രോമറ്റോഗ്രഫി എടുത്താൽ അതിൽ അഡ്സോർപ്ഷൻ കോളം ക്രോമറ്റോഗ്രഫിയും ഉണ്ട്, പാർട്ടീഷൻ കോളം ക്രോമറ്റോഗ്രഫിയും ഉണ്ട്. അഡ്സോർപ്ഷൻ കോളം ക്രോമറ്റോഗ്രഫിയിൽ സോളിഡ് ആണ് അഡ്സോർബൻറ്റ്, പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയിൽ ലിക്വിഡ് സപ്പോർട്ടഡ് ഓൺ എ സോളിഡ് ആണ് അഡ്സോർബൻറ്റ്. ഇനി ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അഡ്സോർബൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? സിലിക്ക, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം,
സ്റ്റാർച്ച്. ഈ മെറ്റീരിയൽസ്, ഈ സബ്സ്റ്റൻസസ് ഒക്കെയാണ് അഡ്സോർബൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു കോളം ക്രോമറ്റോഗ്രഫി പെർഫോം ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന കോളം ഉണ്ടല്ലോ, അതാണിത്. ആ ഫസ്റ്റ് ഫിഗറിൽ കാണിക്കുന്ന ആ ഒരു ഗ്ലാസ് വെയറിനെ പറയുന്ന പേരാണ് ഈ കോളം. ആ കോളത്തിലേക്ക് നമ്മുടെ അഡ്സോർബൻ്റ്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാൽഷ്യം ഫോസ്ഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, സിലിക്ക, അലൂമിന, സ്റ്റാർച്ച് എന്നൊക്കെ പറയുന്ന കോമ്പൗണ്ട്സിനെ ഒരു സ്ലറി ആക്കിയിട്ട് ആ കോളത്തിലേക്ക് ഫില്ല് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിരുന്ന ഏതൊക്കെ മെറ്റീരിയൽസ് അഡ്സോർബൻ്റ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ മെറ്റീരിയൽസിൻ്റെ ഒരു സ്ലറി, ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ, തിക്കായിട്ടുള്ള ഒരു സൊല്യൂഷൻ, അത് ഈ കോളത്തിലേക്ക് ആഡ് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഏത് മിക്സ്ചറിനെയാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത്, ഏത് മിക്സ്ചറിനെയാണോ കോമ്പണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, ആ മിക്സ്ചറിനെ ഈ അഡ്സോർബൻ്റിൻ്റെ മുകളിലേക്ക് ലോഡ് ചെയ്യും. ആദ്യം കോളം അഡ്സോർബൻ്റിൻ്റെ സ്ലറി യൂസ് ചെയ്ത് ഫില്ല് ചെയ്യും. അതിൻ്റെ മുകളിലേക്ക് ഈ സാമ്പിൾ ലോഡ് ചെയ്യും. അതാണ് ആദ്യത്തെ പോയിന്റ്. കോളം ഈസ് പാക്ഡ് വിത്ത് സ്ലറി ഓഫ് അഡ്സോർബൻ്റ് ആൻഡ് സാമ്പിൾ ഈസ് ലോഡഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ കോളം. ഇത് നമ്മളിങ്ങനെ ഈ സാമ്പിൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഈ സ്ലറി ആഡ് ചെയ്തു, ലോഡ് ചെയ്തു. എന്നിട്ട് അവിടെ ക്രാക്സ്, അതായത് ഇടയിൽ ഒരു ഗ്യാപ്പ് ഒന്നും വരാൻ പാടില്ല, എയർ ബബിൾസ് വരാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നിട്ട് ഈ സ്ലറി അവിടെ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുത്തതിന് ശേഷം മാത്രമാണ് സാമ്പിൾ ലോഡ് ചെയ്യുന്നത്. ആദ്യം സ്ലറി, അഡ്സോർബൻറ്റിൻ്റെ സ്ലറി കോളത്തിലേക്ക് ആഡ് ചെയ്യും. അതിനെ ഒന്ന് സെറ്റ് ചെയ്യും. അതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സാമ്പിളിനെ ലോഡ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നത് ആ ബ്ലൂ കളറിലുള്ളത് അഡ്സോർബൻ്റ് ആണ്, വിച്ച് ഈസ് ദ സ്റ്റേഷനറി ഫേസ്. ആ അഡ്സോർബൻ്റ് ആണ് ആ ബ്ലൂ കളറിൽ കാണിക്കുന്നത്. ആ ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ് ലോഡഡ് സാമ്പിൾ. ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ് ലോഡഡ് സാമ്പിൾ. നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് ആ ഗ്രീൻ കളറിലാണ്. കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യുക? നമുക്ക് ഏത് സോൾവെൻ്റ് ആണോ യൂസ് ചെയ്യുന്നത്, ഈ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഏത് സോൾവെൻ്റ് യൂസ് ചെയ്യണമെന്ന് ഡിറ്റർമിൻ ചെയ്യും. ഏത് സോൾവെൻ്റ് യൂസ് ചെയ്താൽ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യും എന്ന് കണ്ടുപിടിക്കും. അതിനുശേഷം ആ സോൾവെൻറ്റിനെ ഈ കോളത്തിലേക്ക് ആഡ് ചെയ്യും. ഏത് സോൾവെൻ്റ് യൂസ് ചെയ്താൽ സെപ്പറേഷൻ നടക്കുമെന്ന് ഡിറ്റർമിൻ ചെയ്ത് ആ സോൾവെൻറ്റിനെ ഈ കോളത്തിലേക്ക് ആഡ് ചെയ്യും. അതാണ് ഇവിടുത്തെ മൊബൈൽ ഫേസ്. ആ സോൾവെൻ്റ് ആണ് ഇവിടെയുള്ള മൊബൈൽ ഫേസ്. സെക്കൻഡ് പോയിന്റ്, മൊബൈൽ ഫേസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ കോളം. അപ്പോൾ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് മൊബൈൽ ഫേസ് ആണ്, സോൾവെൻ്റ് ആണ്. നമ്മുടെ കോളത്തിലെ സെക്കൻഡ് സ്റ്റേജിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റേഷനറി ഫേസ്, അഡ്സോർബൻ്റ് ഉണ്ട്, എടുത്തിരിക്കുന്ന സാമ്പിൾ ഉണ്ട്, പിന്നെ ആഡ് ചെയ്ത മൊബൈൽ ഫേസ് ഉണ്ട്. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് മൂവിങ് ഫേസ് ആണല്ലോ. അപ്പോൾ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ആ മൊബൈൽ ഫേസ് കോളത്തിലൂടെ ഇറങ്ങി താഴേക്ക് വരും. ഈ ഒരു പോയിന്റിലൂടെ താഴേക്ക് വരും. ആ മൊബൈൽ ഫേസ് ഈ കോളത്തിലൂടെ മൂവ് ചെയ്ത് താഴേക്ക് വരും. മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മിക്സ്ചറിലുള്ള കോമ്പണൻസും താഴേക്ക് വരും. നമ്മുടെ സാമ്പിളിൻ്റെ മുകളിലേക്കാണ് മൊബൈൽ ഫേസ് ഒഴിച്ചു കൊടുക്കുന്നത്. മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സാമ്പിളിലുള്ള കോമ്പണൻസും സെപ്പറേറ്റ് ചെയ്ത് മൊബൈൽ ഫേസിൻ്റെ കൂടെ താഴേക്ക് വരും. ഇനി അതെങ്ങനെയാണ് അതിൻ്റെ സെപ്പറേഷൻ നടക്കുന്നത്? എങ്ങനെയാണ് ആ കോമ്പണൻസിൻ്റെ സെപ്പറേഷൻ നടക്കുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അഫിനിറ്റി. മൊബൈൽ ഫേസിനോടാണോ കോമ്പണൻറ്റിന് അഫിനിറ്റി കൂടുതൽ, സ്റ്റേഷനറി ഫേസിനോടാണോ അഫിനിറ്റി കൂടുതൽ, അതിൻ്റെ ബേസിസിലാണ് സെപ്പറേഷൻ നടക്കുന്നത്. മൊബൈൽ ഫേസിനോടാണ് അഫിനിറ്റി കൂടുതലെങ്കിൽ അത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. സ്റ്റേഷനറി ഫേസിനോടാണ് അഫിനിറ്റി കൂടുതലെങ്കിൽ സ്ലോ ആയിട്ട് മാത്രമേ ആ കോമ്പണൻറ്റ് മൂവ് ചെയ്യുന്നുള്ളൂ. മൊബൈൽ ഫേസ് മൂവിങ് ഫേസ് ആണ്. മൊബൈൽ ഫേസിനോട് അഫിനിറ്റി കൂടിയാൽ പെട്ടെന്ന് മൂവ് ചെയ്യും.
അത്രയും ഓർത്ത് വെക്കുക. That is the third figure. Individual components of the mixture is moved at different rates. അങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നത്. ആ മിക്സ്ചറിലുള്ള കോമ്പണൻസ് ഡിഫറെൻറ്റ് റേറ്റിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നത്. കോമ്പണൻസ് വിത്ത് ഹയർ അഡ്സോർപ്ഷൻ ആൻഡ് അഫിനിറ്റി ടു മൊബൈൽ ഫേസ് ട്രാവൽ ഫാസ്റ്റർ കമ്പയർഡ് ടു കോമ്പണൻസ് വിത്ത് ലോവർ അഡ്സോർപ്ഷൻ ആൻഡ് അഫിനിറ്റി ടു മൊബൈൽ ഫേസ്. അത് സ്റ്റേഷനറി ഫേസ് അല്ല, മൊബൈൽ ഫേസ് തന്നെയാണ്. അവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. മൊബൈൽ ഫേസ് തന്നെയാണ്. രണ്ടും മൊബൈൽ ഫേസ് തന്നെയാണ്. എന്താ പറഞ്ഞേ? മൊബൈൽ ഫേസിനോടാണ് ഹൈ അഡ്സോർപ്ഷനും അഫിനിറ്റി എങ്കിൽ ആ കോമ്പണൻ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ദെൻ ഈ പുറത്തേക്ക് വരുന്ന കോമ്പണൻസിന്റെ ഫ്രാക്ഷൻസിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഡ്രൈ ഔട്ട് ചെയ്തൊക്കെയാണ് ബാക്കിയുള്ള പ്യൂരിഫിക്കേഷൻ ആയോ സെപ്പറേഷൻ ആയോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇത്രയാണ് പറയുന്നത്. ഒന്നാമത്തേത്, ആ കോളത്തിലേക്ക് അഡ്സോർബന്റിന്റെ സ്ലറി പാക്ക് ചെയ്യും. ആ പാക്ക് ചെയ്തിരിക്കുന്ന അഡ്സോർബന്റിന്റെ മുകളിലേക്ക് സാമ്പിൾ ലോഡ് ചെയ്യും. എന്നിട്ട് ഏത് സോൾവെന്റ് എടുത്താൽ, ഏത് മൊബൈൽ ഫേസ് എടുത്താൽ സെപ്പറേഷൻ എഫക്റ്റീവായിട്ട് നടക്കുമെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ആ മൊബൈൽ ഫേസിനെ കോളത്തിലേക്ക് ആഡ് ചെയ്യും. മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മിക്സ്ചറിലുള്ള കോമ്പണൻസും മൂവ് ചെയ്യും. മൊബൈൽ ഫേസിനോട് അഫിനിറ്റി കൂടിയ കോമ്പണൻ്റ് ആണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യും. കുറഞ്ഞ കോമ്പണൻ്റ്, അഫിനിറ്റി കുറഞ്ഞ കോമ്പണൻ്റ് ആണെങ്കിൽ സ്ലോ ആയിട്ട് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അങ്ങനെ ഈ താഴേക്ക് വരുന്ന ഓരോ ഫ്രാക്ഷനെയും ഓരോ കോമ്പണൻറ്റിനെയും നമ്മൾ കളക്ട് ചെയ്യും. അതാണ് താഴെ ഇല്യൂട്ടഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ആദ്യത്തേത് ഗ്രീൻ കളറിലുള്ള ഒരു കോമ്പണൻ്റ് ആണ്. സെക്കൻഡ് ആ ഓറഞ്ച് കളറിലുള്ള സെക്കൻഡ് കോമ്പണൻ്റ് ആണ്. ഇതിനെയൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. ക്ലിയർ ആണോ? ഇതെങ്ങനെയാണ് കോളം ക്രോമറ്റോഗ്രഫി ചെയ്യുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആണോ? സായന്തിന്റെ റിപ്ലൈ കിട്ടി. ബാക്കിയുള്ളവർക്കോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒന്നുകൂടെ പറയണമെന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞു തരണമെന്നുണ്ടോ? റിപ്പീറ്റ് വേണ്ടല്ലോ. റിപ്പീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ S2-ന്റെ എക്സാമിന് കോളം ക്രോമറ്റോഗ്രഫി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. എങ്ങനെയാണ് കോളം ക്രോമറ്റോഗ്രഫി പെർഫോം ചെയ്യുന്നത് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ S2 എക്സാമിന് വന്നതാണ്. ഇത്രയേ ഉള്ളൂ കോളം ക്രോമറ്റോഗ്രഫി. ഇനി ഇതിലെ പോയിന്റ്സ് ബാക്കി എന്തൊക്കെയുള്ളത്? നമ്മൾ ഏത് മൊബൈൽ ഫേസിനെയാണ് ചൂസ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് കോമ്പണൻറ്റ്. നമുക്ക് തന്നിരിക്കുന്ന കോമ്പണൻറ്റിനെ ഏത് സോൾവെന്റ് യൂസ് ചെയ്താൽ സെപ്പറേറ്റ് ചെയ്യാം അതാദ്യം നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് ആ സോൾവെന്റ് ആണ് മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് അഡ്സോർബൻറ്റ്. നമ്മൾ ഏത് അഡ്സോർബൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? സിലിക്കയാണോ, കാൽഷ്യം കാർബണേറ്റ് ആണോ, കാൽഷ്യം ഫോസ്ഫേറ്റ് ആണോ, അങ്ങനെ ഏത് അഡ്സോർബൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? അതുപോലെ നമ്മൾ യൂസ് ചെയ്ത സോൾവെന്റ് എങ്ങനെയുള്ളതാണ്, അതിൻ്റെ പൊളാരിറ്റി എങ്ങനെയുള്ളതാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അഡ്സോർപ്ഷൻ്റെ റേറ്റ് വരുന്നത്. ഒന്നുമില്ല, ഈ ഒരു പോയിന്റ് തന്നെയാണ്. അത് 3 പ്രാവശ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ആക്ടിവിറ്റി ഓഫ് അഡ്സോർബൻറ്റ് ഹൈയും പൊളാരിറ്റി ഓഫ് സോൾവെന്റ് ലോ ആണെങ്കിൽ സ്ലോ സെപ്പറേഷൻ ആയിരിക്കും നടക്കുന്നത്. Separation will be slow when the activity of adsorbent is high and polarity of solvent is low. അങ്ങനെ ഒരു കണ്ടീഷനിൽ സെപ്പറേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. ഓക്കെ അല്ലേ? കോളം ക്രോമറ്റോഗ്രഫി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. Then applications of column chromatography.
നമ്മൾ ഇവിടെ പഠിക്കുന്ന കുറേ ടെക്നിക്സിന് ആപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. തേർഡ് മൊഡ്യൂളിൽ മുഴുവൻ ഇങ്ങനെ കുറേയധികം ആപ്ലിക്കേഷൻസ് കാണും. അത് TGA ആണെങ്കിലും DTA ആണെങ്കിലും ഓരോ ക്രോമറ്റോഗ്രഫിക് മെത്തേഡിനാണെങ്കിലും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു, അത് 3 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ മാത്രമുള്ള പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ടാവണം. What are the applications of column chromatography? Quantitative separation of 2 or more components in a mixture. അറിയാം, ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത് സെപ്പറേഷന് വേണ്ടിയിട്ടാണ്, പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അത് ഏത് ക്രോമറ്റോഗ്രഫി ആണെങ്കിലും ഈ 3 ആപ്ലിക്കേഷനും എന്തായാലും എഴുതാം. സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കോമ്പണൻസ് പ്രസന്റ് ഇൻ എ മിക്സ്ചർ. ഇതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. അതപ്പോൾ ആ 3 പോയിന്റ്സും ഏത് ക്രോമറ്റോഗ്രഫിയിലും ആപ്ലിക്കബിൾ ആണ്. നമുക്കൊരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ് തന്നതെങ്കിൽ അതിൽ നിന്ന് സൊല്യൂട്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാനും ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യും. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ് ഫ്രം ദ ഡൈല്യൂട്ട് സൊല്യൂഷൻ. നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല. ക്വാണ്ടിറ്റേറ്റീവ് സെപ്പറേഷൻ ഓഫ് 2 or more components in a mixture. ഒരു മിക്സ്ചറിലുള്ള കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുക. പ്യൂരിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ദർ കണ്ടാമിനൻസ്. ഇംപ്യൂരിറ്റീസിൽ നിന്ന് ആ കോമ്പണൻസിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുക. ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ്. നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഓൾറെഡി ആ പ്രൊഡക്റ്റിന് ഇതിനു മുമ്പ് കോളം ക്രോമറ്റോഗ്രഫി ചെയ്തപ്പോഴുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ആ ഡാറ്റയുമായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതിനെ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏത് പ്രൊഡക്റ്റിനാണ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയാണ്. തിൻ ലെയർ ക്രോമറ്റോഗ്രഫി പോയിന്റ്സ് എഴുതണ്ട, ഞാൻ ആദ്യം പറഞ്ഞു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നത്. How to perform a thin layer chromatography. How to perform a thin layer chromatography. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ thin layer chromatography? ഉണ്ടാവില്ലല്ലോ. ഇല്ല. ഓക്കെ, അതിന് നമുക്ക് ആദ്യം ഒരു ക്രോമറ്റോഗ്രഫിക് പ്ലേറ്റ് വേണം. ക്രോമറ്റോഗ്രഫി പ്ലേറ്റ് ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ക്രോമറ്റോഗ്രഫിക് പ്ലേറ്റ്. ഇത് തിൻ ലെയർ ക്രോമറ്റോഗ്രഫി ആയതുകൊണ്ട് അതിനെ തിൻ ലെയർ ക്രോമറ്റോഗ്രഫിക് പ്ലേറ്റ് എന്നാണ് പറയുക. TLC പ്ലേറ്റ്, തിൻ ലെയർ ക്രോമറ്റോഗ്രഫി പ്ലേറ്റ്, TLC പ്ലേറ്റ്. അപ്പോൾ ആ TLC പ്ലേറ്റിന്റെ ബേസിൽ ഏറ്റവും താഴെ നമ്മളൊരു ലൈൻ വരക്കും. ആ ലൈനിൽ മാർക്ക് ചെയ്യും, 1-2 ഡോട്ട്സ് മാർക്ക് ചെയ്യും. എന്നിട്ട് ആ ഡോട്ട്സിലേക്കാണ് ഏത് സാമ്പിളിനെയാണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ സാമ്പിളിനെ ആ ഡോട്ട്സിലേക്ക് ലോഡ് ചെയ്യും. ഇവിടെ പറയുന്ന ഒരു പോയിന്റ് ആണ്, ഒരു ടേം ആണ് ലോഡിങ്. ആ സാമ്പിളിനെ നമ്മൾ അവിടേക്ക് ആഡ് ചെയ്യും, അതിനെ പറയുന്ന പേരാണ് ലോഡിങ്. ആ പോയിന്റ്സിലേക്ക് സാമ്പിളിനെ ലോഡ് ചെയ്യും. എന്നിട്ട് ഈ എടുത്തിരിക്കുന്ന ഒരു ബീക്കർ ഉണ്ടല്ലോ, ആ ബീക്കറിനെ പറയുന്ന പേരാണ് TLC ചേംബർ. ഈ എടുത്തിരിക്കുന്ന ബീക്കറിനെ പറയുന്ന പേരാണ് TLC ചേംബർ. നമ്മൾ ഈ TLC പ്ലേറ്റിലേക്ക് സാമ്പിളിനെ ലോഡ് ചെയ്ത് അതൊരു ഭാഗത്തേക്ക് വെച്ചു. എന്നിട്ട് ഈ ബീക്കർ, അതായത് TLC ചേംബർ, അതിലേക്ക് സോൾവെന്റിനെ, നമ്മുടെ മൊബൈൽ ഫേസിനെ ആഡ് ചെയ്യും. അതിലേക്ക് മൊബൈൽ ഫേസിനെ എടുക്കും. എന്നിട്ട് ഇത് ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യും. ഇത് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തതാണ് ഈ ഒരു ഫിഗർ. TLC ചേംബറിലേക്ക് മൊബൈൽ ഫേസിനെ എടുക്കും, എന്നിട്ട് ഒരു ലിഡ് വെച്ചത് ക്ലോസ് ചെയ്യും. അത് ക്ലോസ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു TLC ചേംബറിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ മൊബൈൽ ഫേസിന്റെ കോൺസെൻട്രേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ക്ലോസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ആ ഒരു കോൺസെൻട്രേഷൻ യുണീക്ക് ആയിട്ട് മാറുള്ളൂ.
അതിന് വേണ്ടിയിട്ടാണ് ഇത് ക്ലോസ് ചെയ്ത് വെക്കുന്നത്. കുറച്ച് സമയം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും. എന്നിട്ട് TLC പ്ലേറ്റ് ആ TLC ചേംബറിലേക്ക് ഡിപ്പ് ചെയ്യും. ഡിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്ന മിക്സ്ചർ എപ്പോഴും ഈ സോൾവെന്റ് ലെവലിന്റെ മുകളിലായിരിക്കണം. ഇത് സോൾവെന്റ് ലെവൽ ആണെങ്കിൽ അതിന്റെ മുകളിലായിരിക്കണം നമ്മുടെ സാമ്പിൾ. അപ്പൊ ഇതിങ്ങനെ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മിക്സ്ചറിൽ നിന്ന് ഓരോ കോമ്പണന്റും ഇങ്ങനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്തു വരാൻ തുടങ്ങും. രണ്ടാമത്തെ ഫിഗർ, നമ്മുടെ മിക്സ്ചറിൽ നിന്ന് സാമ്പിൾസ് സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് ഫിഗർ. നമ്മുടെ TLC പ്ലേറ്റ് എടുത്തു, അത് ആ മൊബൈൽ ഫേസിലേക്ക് ഡിപ്പ് ചെയ്തു. മൊബൈൽ ഫേസ് TLC പ്ലേറ്റിൽ നിന്ന് മുകളിലേക്ക് കയറും തോറും നമ്മുടെ കോമ്പണൻസും ആ മൊബൈൽ ഫേസിൻ്റെ കൂടെ മൂവ് ചെയ്ത് പോവും. അതിനനുസരിച്ച് അത് സെപ്പറേറ്റ് ചെയ്ത് വരും. ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് തേർഡ് ഫിഗർ. എന്നിട്ടാണ് നമ്മൾ ഐഡന്റിഫിക്കേഷനും പ്യൂരിഫിക്കേഷനും സെപ്പറേഷനും ഒക്കെ നോക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഈ പ്രോസസ്സ് മറന്നു പോവാതെ വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4th അവർ മറന്നു പോകണ്ട കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ചോദിക്കും. ബ്രേക്ക് ആയില്ലേ?